മോവാനോടെ മൈക്കിന്റെ നെഗറ്റീവ് സൈഡ് പറയാം. പിന്നെ ഇതിന് കുറച്ച് പോസിറ്റീവ് സൈഡ് കൂടെ ഉണ്ട്. അത് ലാസ്റ്റിലേക്ക് പറയാം. അപ്പോൾ ആദ്യമായിട്ട് ഇതിന്റെ കൂടെ മാഗ്നറ്റ് കിട്ടും. ഈ മാഗ്നറ്റ് കവറിൽ ഈ കവറിൽ വെക്കാൻ സ്ഥലമില്ല. ഈ മാഗ്നറ്റ് ഇപ്പൊ കളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇത് ക്യാരി ചെയ്യാൻ വേണ്ടി വേറെ എന്തെങ്കിലും ഒരു കവറൂടെ എക്സ്ട്രാ മേടിക്കേണ്ടതാണ്. മറ്റുള്ള മൈക്കിനൊക്കെ കറക്റ്റ് ആ കേസിനകത്ത് തന്നെ വെക്കാൻ സ്ഥലമുണ്ട്. ഇതിനകത്ത് ഒരു കൊടുത്തിട്ടില്ല. ഇത് എന്താണെന്ന് അറിയത്തില്ല. അത്യാവശ്യം പവറുള്ള മാഗ്നറ്റ് തന്നെയാണ് ഇതിനുള്ളത്. പിന്നെ അടുത്ത നെഗറ്റീവ് സൈഡാണ് ഇതിന്റെ കൂടെ ഡെഡ് ക്യാറ്റ് വരുന്നില്ല. ഡെഡ് ക്യാറ്റ് എന്താണെന്ന് ചിലർക്കറിയാം. അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഇത് ഈ മൈക്കിനൊരു പ്രത്യേകതയുണ്ട്. കാറ്റുള്ള സ്ഥലത്ത് പോകുമ്പോൾ ഇത് കയറി ആ കാറ്റ് നമുക്ക് ഈ മൈക്കിൽ തട്ടിയിട്ട് നമ്മൾ പറയുന്നൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഡെഡ് ക്യാറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സാധനം വെച്ച ശേഷമാണ് നമുക്ക് അവിടെ സംസാരിക്കേണ്ടത് കാറ്റുള്ള സ്ഥലങ്ങളിൽ. ഇതിന്റെ കൂടെ ആ ഡെഡ് ക്യാറ്റ് വരുന്നില്ല. അപ്പം നമ്മൾ ഡെഡ് ക്യാറ്റ് വെക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. കാറ്റുള്ളിടത്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇതൊരു ഫെയിലിയർ ആവാനുള്ള ഒരു സാധ്യത കാണുന്നു. ഈ മൈക്ക് വെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ ക്ലാരിറ്റി ആയിട്ട് നമുക്ക് വോയിസ് ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റുകയില്ല. മൂന്നാമതായിട്ട് വരുന്ന ഒരു പോരായ്മയാണ് ഇതിന്റെ കൂടെ മൊബൈൽ കണക്ടർ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ക്യാമറ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള വയറുകളോ സെറ്റപ്പുകളോ അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു യൂണിറ്റോ ഒന്നും ഇതിന്റെ കൂടെ അവർ തരുന്നില്ല. മൊബൈൽ, അതായത് പഴയ ഐഫോണിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. സി പോർട്ടുള്ള മൊബൈലുകളിൽ മാത്രമേ ഇവനെ നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റേതിന് നമുക്ക് അത് മേടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഓപ്ഷൻ ഇല്ല. പിന്നെ 2 മൈക്ക് ഇതിന്റെ കൂടെ തരുന്നുണ്ട്. സ്റ്റീരിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. മോണോ ആയിട്ട് നമുക്ക് കേൾക്കത്തുള്ളൂ. അതായത് സ്റ്റീരിയോ പൊതുവെ നമ്മൾ യൂസ് ചെയ്യത്തില്ലെങ്കിലും ചിലപ്പോൾ ചില ഇന്റർവ്യൂ ഘട്ടത്തിലൊക്കെ സ്റ്റീരിയോ, അല്ലെങ്കിൽ നമുക്ക് കണ്ടന്റ് ക്രിയേഷൻ ഘട്ടത്തിലൊക്കെ സ്റ്റീരിയോ ചെയ്യുന്നത് നല്ലതാണ്. അതായത് ഈ മൈക്ക് നമ്മളിവിടെ വെച്ചെന്ന് വിചാരിച്ചോ. ഈ മൈക്ക് ഞാൻ ഈ സൈഡും, അപ്പോൾ ഈ സൈഡിലെ സൗണ്ട് ഇവിടെയും കേൾക്കാം, ഈ സൈഡിലെ സൗണ്ട് ഇവിടെയും കേൾക്കാം. അതായത് ഹെഡ്ഫോണിലൊക്കെ വെച്ച് നമുക്ക് അങ്ങനെ ഒരു സൗണ്ട് വേരിയേഷനിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. അതിപ്പോൾ നമുക്ക് ഈ കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഫിക്ഷണൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇതിന് നല്ലത്. അല്ലാതെ ഇന്റർവ്യൂ എടുക്കാനും അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ എടുക്കാൻ വേണ്ടിയൊക്കെ മോണോ ആണ് നല്ലത്. പക്ഷെ ഇതിന് മോണോ എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല വേറെ സ്റ്റീരിയോ ഓപ്ഷൻ ഉള്ളത്. അപ്പം അത് ഇല്ല. അത് വേറെ നെഗറ്റീവ് സൈഡാണ്. ട്രാൻസ്മിറ്റർ മൈക്കിന്റെ ബോക്സിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അതുമായിട്ട് കണക്ട് ആവും. അപ്പോൾ കണക്ട് ആവുന്ന TX1ഉം RX എന്നാണ് ആ മൊബൈൽ കണക്ട് ചെയ്യുന്ന യൂണിറ്റിനെ RX എന്ന് പറയും. മൈക്കിന്റെ ആ യൂണിറ്റിനെ TX എന്ന് പറയും. അപ്പോൾ 2 മൈക്കുണ്ട്. അതെടുക്കുമ്പോൾ തന്നെ കണക്ട് ആകും. അപ്പം വേറെ കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു മൈക്ക് എടുത്തിട്ട് ഓൺ ആക്കിയിട്ട് നമ്മൾ അവിടെ ഇവിടെ ഇട്ടിട്ട് മറ്റേ മൈക്ക് എടുത്ത് നെഞ്ചത്ത് കുത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള നോയ്സ് ഈ മൈക്ക് പിടിക്കും. അപ്പോൾ ഈ മൈക്ക് നമ്മൾ എപ്പോഴും സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വേണം ഒരു മൈക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ. 2 മൈക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, 2 ഓൺ ആക്കുക. ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇപ്പം ഒരു മൈക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ആ ബോക്സിന്റെ അടുത്ത് അകത്തെടുത്ത് ഇവനെ അങ്ങ് വെച്ചേക്കണം. അല്ലെങ്കിൽ വെളിയിലെടുത്ത് വെച്ചേക്കുകയാണെങ്കിൽ ഇവനെ ഓഫ് ആക്കിയിട്ടാണ്. അല്ലെങ്കിൽ അനാവശ്യമായിട്ട് അപ്പുറത്തെ പറമ്പിലെ നോയ്സൊക്കെ അല്ലെങ്കിൽ അപ്പുറത്തെ ആൾക്കാരുടെ നോയ്സൊക്കെ കയറി പിടിച്ച് കളയും. അപ്പം അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ്, അതായത് നോയ്സ് ക്യാൻസലേഷൻ ഇല്ലാത്തപ്പോൾ ഇതിന് 2 മൈക്കുണ്ട്. ഈ 2 മൈക്കിനകത്തൂടെ നമുക്ക് വോയിസും നോയ്സും എല്ലാം കണ്ടമാനം പിടിക്കുന്ന ഒരു നെഗറ്റീവ് സൈഡ് കൂടെ ഉണ്ട്. ഈ മൈക്കിന് പിന്നെ വലിയ സൗണ്ട് ക്ലാരിറ്റി നമ്മൾ പ്രതീക്ഷിക്കില്ല. അത് വേറെ നെഗറ്റീവ് സൈഡാണ്. പിന്നെ അത് ബഡ്ജറ്റ് മൈക്കാണ്. അപ്പോൾ ബഡ്ജറ്റ് മൈക്കിന്റെ ആ ഒരു സൗണ്ട് ക്വാളിറ്റിയെ പ്രതീക്ഷിക്കാം. എന്നാൽ ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഉണ്ട്, അതിന്റെ പേര് നമ്മൾ എടുത്ത് പറയുന്നില്ല, ഇച്ചിരി പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണ്. അതിനെക്കാട്ടി ഭേദമാണ്. ഇത് ചൈനീസ് ബ്രാൻഡാണ്. നമുക്ക് ഇപ്പോൾ റോഡ് പിന്നെ അങ്ങനെയുള്ള ആ ക്വാളിറ്റി ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അത്യാവശ്യം നമുക്ക് കേൾക്കാം. ഇപ്പം പല ടെസ്റ്റുകളും ഞാൻ നടത്തുന്നുണ്ട്. പല ഏരിയകളിലും പോയി ഞാൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് അടുത്തായിട്ട് വരും. അത് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്കാണ് ഇത് കൂടുതലായിട്ട് ഈസി ആയിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റും. കഴിവതും ഇതിന്റെ വീഡിയോ കാണുമ്പോൾ ഹെഡ്ഫോൺ വെക്കുക. ഹെഡ്ഫോൺ വെച്ചിട്ട് അപ്പം നമുക്ക് കൃത്യമായിട്ടുള്ള ജഡ്ജ്മെന്റ് വരും. ഞാൻ ബോയയുടെ ഒരു മൈക്കുമായിട്ടൂടെ കമ്പയർ ചെയ്തിട്ടിടാം. അത് അത്യാവശ്യം ഒരു മിഡ് ലെവൽ റേഞ്ച് പൈസ വരുന്ന മൈക്കാണ്. ഞാൻ എൻ്റെ നേരത്തെയുള്ള വീഡിയോകളിലെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാം. ഇപ്പൊ ഇത് വെച്ച് ഞാനൊരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. അപ്പൊ അടുത്ത സെക്ഷനിലേക്ക്. അപ്പൊ നമ്മളിപ്പോ മോണയുടെ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. മോണെന്നല്ലാതെ പറയുന്നത് അറിയത്തില്ല. അറിയാമല്ലോ, നമ്മുടെ സൈഡിൽ കൂടെ ഇത്രയും
ബാറ്ററി പോകുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ പിടിക്കുമെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നോയിസ് ക്യാൻസലേഷൻ ഫസ്റ്റ് ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. നോയിസ് ക്യാൻസലേഷൻ ഫസ്റ്റ് ഇടുമ്പോൾ ഈ സൈഡിൽ കൂടെ പോകുന്ന വണ്ടിയുടെ സൗണ്ടൊക്കെ എങ്ങനെ കയറി പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കുറച്ചുകൂടെ സൈലന്റ് ആയിട്ട് ഇരിക്കാം. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നോയിസ് ക്യാൻസലേഷൻ 2 ആണ് ഇട്ടിരിക്കുന്നത്. കുറച്ചുനേരം സൈലന്റ് ആയിട്ട് ഇരിക്കാം. സൈഡിൽ കൂടെ പോകുന്ന വണ്ടി ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ സൈഡിൽ കൂടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കാര്യങ്ങളെ കുറിച്ച് വലിയ ധാരണ കിട്ടുന്നതാണ്. നോയിസ് ക്യാൻസലേഷൻ നല്ലപോലെ ഇട്ടിട്ടുണ്ട്. ആ കാര്യം എങ്ങനെ വർക്ക് ചെയ്തെന്നൊക്കെ മനസ്സിലാക്കി എല്ലോ. ഇനി അടുത്ത നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പൊ നോയിസ് ക്യാൻസലേഷൻ ഏകദേശം ഓഫാണ്. ഫസ്റ്റ് പോയിന്റ് ഇടാം. ഫസ്റ്റ് പോയിന്റ് ആണ് ഇട്ടിരിക്കുന്നത്. നോയിസ് ക്യാൻസലേഷൻ സെക്കൻഡ് പോയിന്റ് ആണ് ഇട്ടിരിക്കുന്നത്. സൗണ്ട് കേട്ടല്ലോ, മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് വീഡിയോ ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. നോയിസ് ക്യാൻസലേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്ന വീഡിയോ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. മൈക്കിന്റെ റേഞ്ച് ഏകദേശം ഇത്രയും ദൂരമൊക്കെ വരും. പക്ഷെ നമ്മൾ തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു കട്ടായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഈ ദൂരത്തിൽ നമ്മൾ റിസീവറിന് ഫേസിങ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും ക്ലാരിറ്റി ആയിട്ട് കേൾക്കും. കാണാം. ഒളി ക്യാമറ വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും പിടിക്കാൻ പോകാത്തവർക്ക് ഇത്രയൊക്കെ റേഞ്ച് മതി. നമ്മൾ സാധാരണക്കാർക്ക് ഇത്രയും ലെങ്തി ആയിട്ട് പോയി ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. വളരെ വിരളമായിട്ടേ വരുന്നുള്ളൂ. ഇപ്പോൾ ഔട്ട്ഡോർ നോയിസ് ക്യാൻസലേഷൻ ഇട്ടിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ ചാനലായിട്ടിരിക്കാം. ഈ പുറത്ത് മഴയൊക്കെ പെയ്യുന്നുണ്ട്, അത് പിടിക്കുന്നുണ്ടോ നോക്കാം. നിങ്ങൾക്ക് വേണ്ടിയാണ് മഴയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാണ്. മഴ ജൂണൊക്കെ ആയതുകൊണ്ട് നേരത്തെ വന്നു. ജൂണ് വരുന്നതിന് മുന്നേ വന്നു കേട്ടോ, മെയിലേ വന്നു. അപ്പം ഈ നോയിസ് പിടിക്കുന്നുണ്ടോ നോക്കാം ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ. അപ്പൊ ഞാൻ കുറച്ച് നേരം സൈലന്റായിട്ട് ഇരിക്കാം. മഴയുടെ സൗണ്ട് വരുന്നുണ്ടോ നോക്കാം. ഇനി നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയിട്ടൊന്ന് നോക്കാം. ഇപ്പം നോയിസ് ക്യാൻസലേഷൻ പൂർണ്ണമായിട്ട് ഓഫാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ മേളിലൊരു മൈക്കുണ്ട്, താഴെ ഒരു മൈക്കുണ്ട്. ഈ രണ്ട് മൈക്കിനകത്തൂടെ ഇപ്പോൾ നോയിസ് ക്യാപ്ചർ ചെയ്ത് വരുന്നതാണ്. പിന്നെ ഞാൻ ഗെയിന് 1 പോയിന്റ് ഇട്ടേക്കുന്നത്. ഗെയിൻ തുറന്നിട്ടില്ല. ഗെയിൻ 5 വരെ നമുക്ക് ഇടാവുന്നതാണ്. ഗെയിൻ 1 ഇടുമ്പോൾ ഉള്ള ഇതെന്ന് പറയുന്നത്, നമ്മൾ മൈക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ സൗണ്ട് ഏറെക്കുറെയൊക്കെ കേൾക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഗെയിനിലാണ് ആ പരിപാടി ഇരിക്കുന്നത്. അപ്പം നോയിസ് ക്യാൻസലേഷൻ ഫസ്റ്റ് ഇടാം. ഫസ്റ്റ് ഇടുമ്പോൾ എങ്ങനെയുണ്ട്? സൈലൻ്റായിട്ടിരുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ സൗണ്ടൊക്കെ എത്രമാത്രം പിടിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. നമുക്ക് 2 ഇടാം. നോയിസ് ക്യാൻസലേഷൻ 2 ആണ് ഇപ്പോൾ കിടക്കുന്നത്. മൈക്കിന്റെ പൊസിഷൻ അനുസരിച്ച് ഗെയിന് എങ്ങനെയാണ് തുറന്നിട്ടിരിക്കുന്നത്. അതായത് ഇപ്പം ഒരുപാട് തുറന്നിട്ടില്ലെങ്കിൽ മൈക്ക് പൊസിഷൻ മാറും തോറും ഗെയിൻ മൈക്കിൽ സിഗ്നൽ, സൗണ്ട് സിഗ്നൽ പിടിക്കുന്നതിന്റെ അളവ് കുറയ്ക്കും. ഇപ്പൊ തന്നെ ക്ലോസിലേക്ക് വന്നപ്പോൾ മൈക്ക് ശരിക്ക് സൗണ്ട് സിഗ്നൽ പിടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഗെയിനിന്റെ പർപ്പസ്. അപ്പൊ ഗെയിൻ ഒരുപാട് തുറന്നിട്ട ഈ ചുറ്റുവട്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സും കയറി വരും. അപ്പം ഗെയിൻ 0.1 ഒക്കെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം 0.1 ആകുമ്പോൾ ഏകദേശം നമ്മൾ മൈക്ക് ഇത്രയും ക്ലോസിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ കണ്ടോ, മൈക്ക് പിടിക്കത്തില്ല, അത്രയും വോയിസ് ക്യാപ്ചർ ചെയ്യത്തില്ല. അപ്പൊ ഇത്രയും ക്ലോസിൽ കൊണ്ടുവരിക. അപ്പം ഗെയിന് നമുക്ക് ഒന്ന് ഓപ്പൺ ആക്കിയും കൂടി ഇട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഗെയിന് 4 ആണ് അതിനകത്ത് ലെവൽ ഇട്ടേക്കുന്നത്. 4 ഇടുമ്പോൾ തന്നെ വ്യത്യാസം വന്ന കണ്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞ കാര്യം. മൈക്കിന്റെ പൊസിഷന്, പിന്നെ മൈക്കിലേക്ക് ക്യാപ്ചർ ചെയ്യുന്ന സൗണ്ടുകളെല്ലാം, ഇന്റൻസിറ്റി എല്ലാം വ്യത്യാസം വരും. അപ്പോൾ ഓളിയും ഗെയിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഓളിയം ഇപ്പൊ ഈ ഗെയിൻ ഓപ്പൺ ആക്കി ഇട്ട് പിടിച്ച സൗണ്ടുകളെ മൊത്തം ഒരുമിച്ച് ബൂസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമുക്ക് വോളിയം കൊണ്ട് പ്രയോജനപ്പെടുന്നത്. അത് എഡിറ്റിലേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ചില അഡ്വാൻസ്ഡ് മൈക്കിലൊക്കെ പറ്റുമായിരിക്കും. ഇതൊക്കെ ബഡ്ജറ്റ് മൈക്കാണ്. ഇപ്പൊ ഗെയിനിലുള്ള പരിപാടിയേ ഉള്ളൂ. ഇപ്പൊ ഗെയിൻ 4 ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ തന്നെ അറിയാലോ, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ജഡ്ജ്മെന്റ് വരുമല്ലോ. അപ്പൊ ഇനി ഗെയിൻ 1ലേക്ക് ഇടാം. ഇപ്പൊ ഗെയിൻ 1 ആണ് ഇട്ടിരിക്കുന്നത്. അപ്പം മനസ്സിലായല്ലോ അതിന്റെ ഒരു വ്യത്യാസം വന്നത്.
വേറെ മോഡുണ്ട്. ആ മോഡ് ഇട്ട് കാണിക്കാം. ആ മോഡ് ഇതാണ്. ആ മോഡ് ഇത് മറ്റേ സിംഗേഴ്സിനൊക്കെ പറ്റിയ ഒരു എക്കോ ഉള്ള മോഡ്. നമ്മളൊക്കെ പാടിക്കഴിഞ്ഞാൽ വെറുതെ കാളരാഗവും കഴുതരാഗവും ഒക്കെ ആവട്ടെ, നമുക്കതിൻ്റെ ആവശ്യമില്ല, കയ്യോടെ തന്നെ നിർത്തിയേക്കാം. അപ്പോൾ ഒരു എക്കോ ഉള്ള മോഡുണ്ട്. അപ്പോൾ അതെങ്ങനെ പ്രവർത്തിക്കുന്നു മനസ്സിലായത്. അപ്പോൾ പാട്ട് പാടുന്നവർക്കൊക്കെ നല്ലതാണ്. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന മൈക്ക് കമ്പാരിസൺ ആണ്. ഇത് ബോയയുടെ മൈക്കാണ്. ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള മൈക്കാണ്. എൻ്റെ പല വീഡിയോകളിനകത്തും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 വർഷമായി ഇത് മേടിച്ചിട്ട്. വലിയ കുഴപ്പമില്ല, പക്ഷേ നോയ്സ് ക്യാൻസലേഷൻ ഇല്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഒരു മിഡ് ലെവൽ മൈക്കാണ് ഈ മൈക്ക്. അപ്പോൾ മിഡ് ലെവൽ മൈക്ക് എന്ന് വെച്ചാൽ പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ കറൻറ്റ് പ്രൈസ് അറിയണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു കമ്പാരിസനാണ്. ഇത് ബഡ്ജറ്റ് മൈക്കാണ്, ഇത് അത്യാവശ്യം ഒരു മിഡ് ലെവൽ മൈക്കാണ്. അപ്പോൾ ഈ ഇതിനകത്തോടുള്ള ശബ്ദമാണ് നിങ്ങൾ ഇതുവരെ കേട്ടോണ്ടിരുന്നത്. ഇനി നമുക്ക് മോണയിലേക്ക് സ്വിച്ച് ചെയ്യാം. മോണയിൽ ആണ് ഇപ്പോൾ കേൾക്കുന്നത്. എഡിറ്റിലാണിത് അങ്ങനെ മാറ്റിയിട്ടേക്കുന്നത്. അപ്പോൾ എഡിറ്റിലൂടെ മാറ്റിയിട്ടിട്ട് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ മോണയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്നത് ബോയയുടെയാണ്. അപ്പോൾ ബോയയുടെ മൈക്കിൽ എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് അറിയാം. എൻ്റെ സംസാരത്തിലുള്ള ആ സെയിം കാര്യം തന്നെ ഞാൻ ഇവിടെയും പറഞ്ഞു നോക്കാം. അപ്പം മോനയുടെ മൈക്കിൽ സംസാരിക്കുമ്പോൾ ബോയയായിട്ട് എന്താണ് വ്യത്യാസം? ഇപ്പം ഇതാണ് കേൾക്കുന്നത്, തൊട്ട് മുന്നേ കേട്ടത് ഇതാണ്. അപ്പം അങ്ങനെ മാറി മാറി കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി മോനെ കൂടെ സംസാരിക്കാം. മോന ഒരു ബഡ്ജറ്റ് മൈക്കാണ്. അപ്പോൾ ബഡ്ജറ്റ് മൈക്കിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാണും. പക്ഷേ ഇത് ടെക്നിക്കലി 2 വർഷം പുറകിലാണ് ഈ മൈക്ക്. അപ്പോൾ ഇത് ടെക്നിക്കലി ഇപ്പോൾ 2 വർഷം മുന്നെയാണ്, അതായത് റീസെൻറ്റ് ലോഞ്ച് ആയിട്ട് ഇറങ്ങിയ മൈക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം കൂടെ കാണും. എന്നാലും ഇവൻ്റെ അത്രയും ക്വാളിറ്റി പിടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഇവനകത്തൂടെയുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. ഇതെല്ലാം ഞാൻ താഴെ ഇട്ടേക്കാം കേട്ടോ. ഇത് ഏത് മൈക്കിനകത്തൂടെയാണ് ഇപ്പോൾ കേൾക്കുന്നതെന്ന് കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തിട്ട് മാറ്റി ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ബോക്സാണ് വരുന്നത്. ബോക്സ് അല്ല, കേസാണ് വരുന്നത്. മൈക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി നമ്മുടെ കേസ് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കേസിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ മൈക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ചാർജ് ചെയ്യുന്നതാണ്. നമ്മൾ സിംഗിൾ കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ, ഇപ്പോൾ ഒരാൾ മാത്രമായിട്ട് വരുന്ന വീഡിയോ ആണെങ്കിൽ ഒരു മൈക്ക് ചാർജ് തീരുന്നവരെ യൂസ് ചെയ്ത് നമുക്ക് വീഡിയോ കണ്ടന്റ് ഷൂട്ട് ചെയ്യാം. ഈ ഗ്യാപ്പിൽ മറ്റവൻ ചാർജ് ആയിക്കോളും, ഈ വെക്കുന്ന മൈക്ക് ചാർജ് ആകും. അങ്ങനെ മാറി മാറി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡ് കൂടെ ഉണ്ട്. പ്രൊഡക്റ്റിൻ്റെ വില, മൈക്കിൻ്റെ വില ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. കാരണം പ്രൈസ് മാറിക്കൊണ്ടിരിക്കും. ആ കറണ്ട് പ്രൈസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ റിസീവർ ചാർജ് ചെയ്യണ്ട. റിസീവറിന് അത് സ്വന്തമായിട്ട് ചാർജ് മൊബൈലിൽ നിന്ന് ഊറ്റിക്കോളും. അപ്പം അതിന് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുവഴി കുത്തിയിട്ട് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പുറത്ത് പിന്നെ 3.5-ൻ്റെ ഹെഡ്ഫോൺ കുത്തുന്ന ജാക്കാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്കൊരു എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാം. പക്ഷേ എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. ഈ എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ ഈ താഴെയുള്ള മൈക്കും പിടിക്കുന്നുണ്ട്. ഈ മൈക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൗണ്ടിൻ്റെ ക്വാളിറ്റി ആ ബഡ്ജറ്റ് മൈക്കിൻ്റെ അത്ര ക്വാളിറ്റിയേ ഉള്ളൂ. ഇത് ഏകദേശം ഒരു 90% ഷൂട്ട് ചെയ്തേക്കുന്നത് ഔട്ട്ഡോർ നോയ്സ് ക്യാൻസലേഷൻ ആണ് ഞാൻ മൊത്തം ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയിലാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. പിന്നെ 2-3 മോഡുണ്ട്, അതെല്ലാം മാറ്റി ഓരോ വീഡിയോയുടെ ഭാഗത്ത് വിട്ടിട്ടുണ്ട്. അവിടെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും കാണാവുന്നതാണ്. ചെറിയ ക്വാളിറ്റി വ്യത്യാസം വരുന്നുണ്ട് ഈ നോയ്സ് ക്യാൻസലേഷൻ ഇടുമ്പോൾ. അതെല്ലാം മൈക്കിനും ഉണ്ട്. അപ്പോൾ ഇച്ചിരി നല്ല കാശ് കൊടുക്കാമെന്നല്ലെങ്കിൽ മാത്രമേ നല്ല ക്വാളിറ്റിയുള്ള മൈക്ക് എടുത്തുള്ളൂ. ഇതൊരു ബഡ്ജറ്റ് മൈക്കാണ്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഇതിനുണ്ട്. നമ്മൾ ഈ നോയ്സ് ക്യാൻസലേഷൻ ഇടുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗ്ലിച്ച് നോയ്സ് കയറി, അല്ലെങ്കിൽ ചെറിയൊരു നമ്മുടെ ആ വോയിസിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ ആ നോയ്സ് ക്യാൻസലേഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫൈനലി എനിക്ക് എന്താണെന്ന് പറയാനുള്ളത് വെച്ചാൽ ഇതൊരു ബഡ്ജറ്റ് മൈക്കാണ്. അപ്പോൾ ബഡ്ജറ്റ് മൈക്കിൻ്റെതായ പോരായ്മകളുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുകൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതുകൂടി ഇടുക. ബാക്കിയുള്ളവർക്ക് ഒരു ഉപകാരമാവും. താങ്ക് യു സോ മച്ച്.